Entrance Physics 41. നമ്മൾ സ്പ്രിങ്സ് ആൻഡ് സിമ്പിൾ ഹാർമോണിക് മോഷനാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ പോസ്റ്റിങ് ഒരു ക്വസ്റ്റ്യൻ ആദ്യം. 2 simple harmonic oscillators A and B of same period T are released simultaneously. A from one extreme position while B from the mean position in the same direction. The minimum time at which A and B have equal displacement. A. T by 8. B. 3T by 8. C. T by 4. D. 3T by 4. ഇതിപ്പോൾ കാൽക്കുലേഷനൊന്നും ഇനി കാര്യമായിട്ടില്ല, ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. എങ്കിലും എൻട്രൻസ് നമുക്ക് ഞാൻ ഇതാ പിയും ക്യൂവിനും ഇടയ്ക്ക് കിടന്ന് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുക. O ഈസ് ദി മീൻ പൊസിഷൻ. അവസാനം ഇവിടെ വന്ന് ഇത് നിൽക്കുമ്പോൾ ഇതാ സ്റ്റേബിൾ പൊസിഷൻ. ഇതിവിടെ പറയുന്നത് 2 പാർട്ടിക്കിൾസ് എയും ബിയും വൈബ്രേറ്റ് ചെയ്യിക്കുക. ഇതിൽ ഒരേ പീരീഡാണ് രണ്ടിനും. ഇതിൽ എ ഒരു എക്സ്ട്രീമിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത്, ബി എന്ന് പറയുന്നത് മീൻ പൊസിഷനിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. രണ്ടും ഒരു ഡയറക്ഷനിലാണ് റിലീസ് ചെയ്യുന്നത്. ഇത് ഇങ്ങോട്ട് റിലീസ് ചെയ്യുന്നു, ബി അങ്ങോട്ട് തന്നെ റിലീസ് ചെയ്യുന്നു. എങ്കിൽ ഇതിന് രണ്ടിനും ഒരേ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് മിനിമം ഏത് ടൈം കഴിയുമ്പോഴാണെന്നാ ചോദ്യം. നമുക്കറിയാം ഇത് ആംപ്ലിറ്റ്യൂഡാണ്. OP എന്നൊക്കെ പറയുന്ന ആംപ്ലിറ്റ്യൂഡാണ്. ഈ പിയിൽ നിന്നും എ എന്ന് പറയുന്ന പാർട്ടിക്കിൾ പിയിൽ നിന്ന് ഓയിൽ വരുമ്പോൾ ബി ഓയിൽ നിന്നും പിയിലെത്തിയിട്ടുണ്ടാവും. ഇത് എ ഓയിൽ നിന്നും ഈ മിഡ് പോയിൻ്റ് വരുമ്പോൾ സിയിൽ വരുമ്പോൾ ബി പിയിൽ നിന്ന് അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ രണ്ടിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിമാണ്. കാരണം ഇതിൻ്റെ എയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് ഒറിജിൻ മീൻ പൊസിഷനിൽ നിന്ന് അത് നിൽക്കുന്ന സാധനം അത് എവിടെയാണോ അവിടേക്കുള്ള വെക്ടർ ഓസിയ. അപ്പോൾ എ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഓസിയ, അത് നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നത്. ബി ഇവിടെ എത്തുമ്പോഴും അത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതല്ല പ്രശ്നം, അതിൻ്റെ പൊസിഷൻ ഏതാണോ അവിടെയൊക്കെ മീൻ പൊസിഷനിൽ നിന്ന് വരയ്ക്കുന്ന വെക്ടർ എക്സ് അത് സെയിം ആ രണ്ടിലും. ഇനി നോക്കി, പിയിൽ നിന്നും ക്യൂവിലെത്തി തിരിച്ച് പിയിൽ വരുമ്പോഴാണ് ഒരു ഓസിലേഷൻ ആകുന്നത്. അതിന് വേണ്ട ടൈം T. എങ്കിൽ P to Q, പിയിൽ നിന്നും ക്യൂവിലെത്താൻ എ എടുക്കുന്ന സമയം T/2. എങ്കിൽ പി ഓയിലേക്ക് എടുക്കുന്ന സമയം T/4. ആ ഓയിൽ നിന്ന് സിയിലോട്ട് പിന്നെ ചെല്ലാനെടുത്ത സമയം T/8. അപ്പോൾ മൊത്തം എ എന്ന് പറയുന്ന പാർട്ടിക്കിളിന് പിയിൽ നിന്നും സിയിലെത്താൻ എടുത്ത സമയം T/4 പ്ലസ് T/4 പ്ലസ് T/8 എന്ന് പറഞ്ഞാൽ 3T/8. ആ സമയത്ത് ബി ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ചുരുക്കത്തിൽ എ P to O അതിന് വേണ്ട സമയം T/4, O to C അതിന് വേണ്ട സമയം T/8. അപ്പോൾ എ എടുത്ത ആകെ സമയം T/8 പ്ലസ് T/4 പ്ലസ് T/8, ദാറ്റ് ഈസ് 3T/8. ആ സമയം തന്നെ ബി എവിടെ എത്തും. അപ്പോൾ ഇത് രണ്ടും ഒരു സെയിം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാനെടുത്ത മിനിമം ടൈം T/2 പീരീഡിൻ്റെ 3/8 പീരീഡിൻ്റെ 3/8 ടൈംസ് സമയം വേണം. സോ ആൻസർ ഈസ് B, 3T/8. അടുത്ത ചോദ്യം. എ സ്പ്രിംഗ് ഈസ് ഇലോങ്ങേറ്റഡ് ബൈ E, small letter e, under a load W. Energy stored in the spring is A, half W E square, B, half
W E. C W into E. D half K E square. നമുക്കറിയാം വർക്ക് എനർജി സ്റ്റോർഡ് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് കണ്ട് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ എനർജി ഈസ് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന കെ ഈസ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. പക്ഷേ ഇവിടെ അത് തന്നിട്ടുണ്ട് ഈ ചോയ്സ് ഈ ആയിട്ട്. പക്ഷേ ഇതല്ല നമ്മുടെ ആൻസർ. കാരണം ക്വസ്റ്റിനകത്ത് സ്പ്രിങ് ഫാക്ടർ പറയുന്നില്ല. അപ്പോൾ ഇതല്ല ആൻസർ. ഇത് സംഗതി ശരിയാണ്, പക്ഷേ ഈ ചോദ്യത്തിൽ ഇതല്ല ആൻസർ. ഹാഫ് കെ എക്സ് സ്ക്വയർ. നമുക്ക് ഈ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നുള്ളത് ഹാഫ് ഇൻറ്റു കെ എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം. കെ എക്സ് എന്ന് പറഞ്ഞ എഫാണ്. എഫ് ഈക്വൽസ് മൈനസ് കെ എക്സ്. അത് ഹൂക്സ് ലോ ഓഫ് സ്പ്രിങ്. അപ്പോൾ അതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ എഫ് ഈക്വൽസ് കെ എക്സ്. അപ്പോൾ കെ എക്സിൻ്റെ സ്ഥാനത്ത് എഫ് എന്ന് കൊടുക്കുക ഇൻറ്റു എക്സ്. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ ലോഡ് ഡബ്ല്യു ആണ്. ഇട്ടിരിക്കുന്ന വസ്തുവിൻ്റെ വെയിറ്റാണ് ഇവിടുത്തെ ഫോഴ്സ്. എക്സ് ഇലോങ്ങേഷൻ ഇ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹാഫ് ഡബ്ല്യു ഇൻറ്റു ഇ. ഇതാണ് എനർജി സ്റ്റോർഡ് ഈ പ്രോബ്ലത്തിലെ ആൻസർ. സോ ചോയ്സ് ഈസ് ബി. ഹാഫ് കെ ഇ സ്ക്വയർ ശരിയാണ്. പക്ഷേ ഈ ചോദ്യത്തിൽ കെയെ പറ്റി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഡബ്ല്യു ആണ് തന്നിരിക്കുന്നത്. അതനുസരിച്ചുള്ള ആൻസർ വേണം ചൂസ് ചെയ്യാൻ. ഹാഫ് ഡബ്ല്യു ഇ. അടുത്തത് ഒരു പോയിൻ്റാണ്. രണ്ട് സ്പ്രിങ് K1 K2 സ്പ്രിങ് കോൺസ്റ്റൻസ് ഉള്ള രണ്ട് സ്പ്രിങ്ങിനെ ഇങ്ങനെ രണ്ട് റിജിഡ് സപ്പോർട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ലോഡ് ഇട്ടിട്ടുണ്ട്. ഈ ലോഡ് ഒന്ന് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞ് ഇത് വൈബ്രേഷൻസ് നടത്തും. ഇതിൻ്റെ പീരീഡ് ഫലത്തിൽ ഈ രണ്ട് സ്പ്രിങ്ങും പാരലൽ കോമ്പിനേഷൻ പോലെ. കാരണം കുറേ കൂടെ സ്റ്റിഫാകും ഈ കോമ്പിനേഷൻ. ഇത് ഇങ്ങോട്ട് കംപ്രസ് ചെയ്യുമ്പോൾ ഈ മാസ് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ K2 കംപ്രസ്ഡ് ആകും. അപ്പോൾ K1 ഇലോങ്ങേറ്റഡ് ആകും. അത് നമ്മൾ ഈ രണ്ടിനെയും ചെറുക്കണം. ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഇത് കംപ്രസ് ആകും, ഇതുപോലെ. അപ്പോൾ ഈ കംപ്രഷനെ ഇലോങ്ങേഷൻ നമ്മൾ ഒരുപോലെ എതിരിടണം. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഈ കോമ്പിനേഷൻ സ്റ്റിഫ്നെസ് ഇവിടെ കൂടുക. സ്റ്റിഫ്നെസ് കൂടുന്നത് പാരലൽ കോമ്പിനേഷനിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ ഇത് പാരലൽ കോമ്പിനേഷനായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. എങ്കിൽ ഇതിൻ്റെ ഇക്വലൻ്റ് കെ എത്ര? K1 + K2. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പീരീഡ് T = 2π√m/K. ഇവിടെ K ഈസ് K1 + K2. ഫ്രീക്വൻസി ആണ് കാണണമെങ്കിൽ 1 പീരീഡ് ആ ഫ്രീക്വൻസി. ഇതിൻ്റെ റെസിപ്രോക്കൽ 1/2π√K + 2 K1 + K2/m എന്ന് വരും. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കുക. അടുത്തത് ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ നടക്കണമെങ്കിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു ഫോഴ്സാണ് റെസ്റ്റോറിങ് ഫോഴ്സ്. വെറും സാധാരണ എല്ലാ റെസ്റ്റോറിങ് ഫോഴ്സിൻ്റെ സ്വാധീനത്തിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ നടക്കില്ല. വൈബ്രേഷൻ നടക്കും. പക്ഷേ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പീരീഡ് ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഏത് ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്യാലും ഒരേ സമയം മതി ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. ഇങ്ങനെ ചില പ്രോപ്പർട്ടീസ് ഉണ്ട് സിമ്പിൾ ഹാർമോണിക് വൈബ്രേഷൻ. ഇത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ലീനിയർ റെസ്റ്റോറിങ് ഫോഴ്സ് അപ്ലൈ ചെയ്താലേ ഒരു സിസ്റ്റം വൈബ്രേഷൻ നടക്കണമെങ്കിൽ രണ്ട് ഘടകങ്ങൾ വേണം. ഒന്ന്, ഒരു റെസ്റ്റോറിങ് ഫോഴ്സ് വേണം. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ ഈ റെസ്റ്റോറിങ് ഫോഴ്സ് ലീനിയർ റെസ്റ്റോറിങ് ഫോഴ്സ് ആയിരിക്കണം. രണ്ട്, ഇനേർഷ്യ വേണം. കാരണം മീൻ പൊസിഷനിൽ നമ്മൾ ഇതിനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റർബൻസ് ഇല്ലാതാക്കുന്നത് റെസ്റ്റോറിങ് ഫോഴ്സാണ്. ഇതിനെ പിടിച്ച് വലിച്ച് മീൻ പൊസിഷനിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ, വീണ്ടും പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കും. പക്ഷേ അവിടെ വന്നങ്ങ് നിൽക്കുകയാണ്, പിന്നെ ഓസിലേഷൻ നടക്കില്ലല്ലോ. അപ്പോൾ മീൻ പൊസിഷനിൽ വരുമ്പോൾ ഈ സിസ്റ്റത്തിന് മാക്സിമം വെലോസിറ്റി ഉണ്ടാകും. ഇനർഷ്യ ഉണ്ടെങ്കിൽ ഈ വെലോസിറ്റി ഉള്ളത് കൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യും. വീണ്ടും മീൻ പൊസിഷനിൽ നിന്ന് മറുവശത്തേക്ക് അങ്ങ് പോകും. അപ്പോൾ വീണ്ടും റെസ്റ്റോറിങ് ഫോഴ്സ് രംഗത്ത് വരും. തള്ളിപ്പിടിച്ചതിനെ മീൻ പൊസിഷനിൽ കൊണ്ടുവരും. അപ്പോഴും ഇത് മീൻ പൊസിഷൻ നിൽക്കില്ല. ബിക്കോസ് ഓഫ് ഇനേർഷ്യ മറുവശത്തേക്ക് പോകും.
ഇതിങ്ങനെ ആവർത്തിക്കുമ്പോൾ ഇനേർഷ്യ റെസ്റ്റോറിങ് ഫോഴ്സും തമ്മിലുള്ള ഒരു കയ്യാങ്കളിയാണ് ഈ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ആയിരിക്കണമെങ്കിൽ ലീനിയർ റെസ്റ്റോറിങ് ഫോഴ്സ് വേണം പ്രയോഗിക്കാൻ. ലീനിയർ റെസ്റ്റോറിങ് ഫോഴ്സിന് F=-kx. ഇത് സ്പ്രിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ് ഈ ഫോമിൽ, അതുകൊണ്ടാണ് സ്പ്രിങ് ലോഡ് സിസ്റ്റം സിമ്പിൾ ഹാർമോണിക് മോഷൻ നടത്തുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു K=m⍵². അപ്പോൾ ചുരുക്കത്തിൽ F=-m⍵²x. ഈ ഇക്വേഷൻ എവിടെ കണ്ടാലും സിമ്പിൾ ഹാർമോണിക് മോഷൻ നടക്കുന്നു എന്ന അർത്ഥം. അപ്പോൾ ഇതിനെ ഫോഴ്സ് ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുക. ന്യൂട്ടൺസിലോ അനുസരിച്ച് F=മാസ് ഇൻറ്റു ആക്സിലറേഷനാണ്. m ഇൻറ്റു കാൽക്കുലസിൽ പറഞ്ഞ ആക്സിലറേഷൻ d²x/dt² =-m⍵²x. m രണ്ട് സൈഡിൽ നിന്ന് പോയിട്ട് d²x/dt² -ω²x. ആക്സിലറേഷൻ മൈനസ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിന് പറയുന്ന പേരാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് SHM, സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇതിപ്പോൾ പല ഫോമിൽ തരാം ചോദ്യമായിട്ട് നമ്മൾ കാണും. അത് എ കോൺസ്റ്റൻറ്റ് a ഇൻറ്റു d²x/dt² പ്ലസ് bx =0. ഈ ഇക്വേഷൻ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ ഈ ഫോം ഇങ്ങനെ അറിഞ്ഞിരിക്കണം. ഇതിപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ പ്ലസ് ആകും, =0 എന്ന് കിട്ടും. ഇവിടെ എ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് a ഇൻറ്റു, ഇതിപ്പോൾ ഈ ഫോമിൽ a ഇൻറ്റു d²x/dt² b ഇൻറ്റു എക്സ്. അപ്പോൾ അവിടെ നിന്ന് പീരീഡ് കാണാനും ഒക്കെ ചോദിക്കാം. അത് നമ്മൾ കാണും, അത്രയും ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇനിയും ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷനും ഫോഴ്സ് ഇക്വേഷനുമാണ്. ഇതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനുണ്ട്. അതിൻ്റെ ജനറൽ ഫോം എപ്പോഴും എക്സ് എന്ന് പറയുന്ന മീൻ പൊസിഷനിൽ നിന്ന് ഉള്ള ദൂരം x=a sin⍵t+φ. എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്, ഫൈ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഫേസ്. ഈ സൈൻ്റെ കൂടെ വരുന്ന ആംഗിളിന് ഫേസ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയാം. ഘട്ടം സ്റ്റേജ്. മറ്റൊരു ഫോമാണ് x=a sin⍵t+b cos⍵t. ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ജനറൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനാണ്. ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലാക്കാം. എ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മനസ്സിൽ കൊണ്ടുപോകണം. എ ബേസ്, ബി ഓൾട്ടിറ്റ്യൂഡ്. ഈ ഹൈപ്പോട്ടന്യൂസാണ് ക്യാപിറ്റൽ. ഈ ഇക്വേഷൻ ഈ ഫോമിലാക്കുമ്പോൾ ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ √a² + b² ആണ്. ഇത് മനസ്സിലിരിക്കണം. ഫൈ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആദ്യം കണ്ട ഇക്വേഷനിലെ ഫൈ ആയത്. ഇവിടെ അത് tan phi = b/a or phi = tan inverse b/a. ഫ്രീക്വൻസി ഈ കാണുന്ന ഒമേഗ തന്നെയാണ്. അപ്പോൾ ഈ ഫോമിൽ തന്നാൽ ഇത് ഈ ഫോമിലാകുമ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഇത് ഈ ഫോമിലാക്കുമ്പോൾ എയുടെ സ്ഥാനത്ത് നമുക്ക് √a² + b². ഇവിടെ എന്ത് നമ്പറും ആയിക്കോട്ടെ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഫൈ എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് b/a. ഫ്രീക്വൻസി ഈ കാണുന്ന ഒമേഗ തന്നെ ആയിരിക്കും ഫ്രീക്വൻസി. അത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇനിയും ഈ ഓസിലേഷൻ ഇത് നമുക്ക് ഈ സ്റ്റോപ്പ് ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യണം. പീരീഡ് അളക്കണമെങ്കിൽ സ്റ്റോപ്പ് ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റോപ്പ് ക്ലോക്ക് ഉപയോഗിക്കണം. സ്റ്റോപ്പ് ക്ലോക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് ഇക്വേഷൻ മാറും. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ മാറും. മീൻ പൊസിഷനിൽ കൂടെ കടന്നു പോകുന്ന സമയത്താണ് ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ x = a sin⍵t. എക്സ്ട്രീം ഏതെങ്കിലും ഒരു എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന സമയത്താണ് സ്റ്റോപ്പ് ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇതേ സിമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ x = a cos⍵t എന്നാവും. അപ്പോൾ x = a sin⍵t+φ അത് ജനറൽ ഇക്വേഷനാണ്. അത് x = a sin⍵t എന്നെടുക്കാം. അപ്പോൾ നമ്മൾ മനസ്സിൽ കാണേണ്ടത് ഇത് മീൻ പൊസിഷനിൽ കൂടെ കടന്നു പോയപ്പോഴാണ് t 0 എന്നെടുത്തത്.
എക്സ് ഈക്വൽസ് എ കോസ് ഒമേഗ ടി എന്നെടുക്കാം ഇക്വേഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്ട്രീം പൊസിഷനിൽ നിന്നും യാത്ര വന്ന സമയത്താണ് സ്റ്റോപ്പ് ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെ ആ സമയത്താണ് ടി ഈക്വൽ 0 എന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങിയത് എന്നേ അതിനർത്ഥമുള്ളൂ. ഇത് മനസ്സിലിരിക്കണം. ഇത് വെച്ച് പല ചോദ്യങ്ങളും വരും. എക്സ് ഈക്വൽസ് എ സൈൻ ഒമേഗ ടി, എക്സ് ഈക്വൽസ് എ കോസ് ഒമേഗ, സ്പെഷ്യൽ കേസസാണ്. പിന്നെ ജനറൽ എക്സ് ഈക്വൽസ് എ സൈൻ ഒമേഗ ടി പ്ലസ് 5, അല്ലെ എക്സ് ഈക്വൽസ് എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി. ഈ ഫോമിലെല്ലാം കയറി ഇക്വേഷൻസ് കൈകാര്യം ചെയ്യേണ്ടി വരും. ഇനിയും വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഉള്ള സമയത്ത് വെലോസിറ്റി വി ഈക്വൽസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. കൈനറ്റിക് എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ. എം ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ ആ. ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇത് ഹാഫ് എ എക്സ് സ്ക്വയറാണ്. സ്പ്രിങ്ങിൻ്റെ കേസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം സെയിം കേസുകളാണ്. ഇനി നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ അടുത്ത പോസ്റ്റിങ്ങിൽ കാണും. താങ്ക് യു.